പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ നാം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനത്തിലാണ് നാം ഓരോരുത്തരും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ റിയൽ എസ്റ്റേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റിയൽ എസ്റ്റേറ്റ് അത് റിയലായിട്ടുള്ള ഒരു ബിസിനസ്സാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, നമുക്ക് നിലവിൽ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന സ്ഥലം ലോകത്ത് മൊത്തം ഭൂമിയിലെ ഒരു 5% മാത്രമുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നിലവിൽ അവൈലബിളായിട്ടുള്ള ഈ 5%-ത്തിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെയും മറ്റു പ്രൊജക്റ്റുകളുടെയും കടന്നു വരുവിനാൽ നമുക്ക് ആ 5%-ത്തിൽ തന്നെ സ്ഥലങ്ങൾ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ആഴ്ചയിൽ മറ്റു 3 കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്ത് ജനസംഖ്യ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ 2000-ലെ ഒരു കണക്ക് എടുത്തു നോക്കിയാൽ ഏകദേശം 600 കോടിയുടെ മുകളിലായിരുന്നു ലോകത്തെ ജനസംഖ്യ. എന്നാൽ ഇപ്പോൾ നാം 2025-ലെത്തുമ്പോൾ അത് ഏകദേശം 800 കോടിയുടെ മുകളിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 25 വർഷത്തിൻ്റെ ഇടയിൽ ഏകദേശം 200 കോടിയുടെ ജനസംഖ്യാ വർധനവാണ് ഭൂമിയിലുണ്ടായിട്ടുള്ളത്. ഇനി അതൊരു 2100-ലേക്കൊക്കെ കടക്കുമ്പോൾ ഏകദേശം ഒരു 1000 കോടി ആളുകളിലേക്ക് ലോക ജനസംഖ്യ എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന ജനങ്ങൾ മൊത്തം ഇന്ന് ഭൂമിയിൽ അവൈലബിളായിട്ടുള്ള ഈ 5% സ്ഥലത്ത് ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭൂമി വാങ്ങണമെങ്കിൽ, ഇവിടെ ഒരു കെട്ടിടം വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു താമസ സൗകര്യം ഉണ്ടാവണമെങ്കിൽ ഇതെല്ലാം ഈ അവൈലബിളായിട്ടുള്ള ഭൂമിയിൽ തന്നെ ഓരോ മനുഷ്യരും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ പ്രോപ്പർട്ടി അതല്ലെങ്കിൽ അവൈലബിളായിട്ടുള്ള റിസോഴ്സസിൻ്റെ കുറവ് ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ മറു സ്ഥലത്ത് ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിന് ആവശ്യക്കാർ കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ലോക ജനസംഖ്യ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ ആവശ്യക്കാരും ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് നാച്ചുറലാണ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ പിറകിലാണ്. മനുഷ്യൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും സംഭവിക്കുന്നത് ഭൂമിയിലാണ്, റിയൽ എസ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളുടെയും ഇൻഡയറക്റ്റോ ഡയറക്റ്റോ ആയിട്ടുള്ള വാല്യൂ കൂടുന്നത് റിയൽ എസ്റ്റേറ്റിലാണ്. ഒരു മനുഷ്യൻ ഒരു പ്രത്യേക സ്ഥലത്ത് പുതിയതായിട്ട് ഒരു സംഭവം നിർമ്മിച്ചാൽ, അതല്ലെങ്കിൽ പുതിയൊരു കാര്യം കെട്ടിപ്പടുത്താൽ, അതല്ലെങ്കിൽ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഏരിയക്കും ആ സ്ഥലത്തിനും പ്രത്യേകിച്ചൊരു ഡിമാൻഡ് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും, എന്തൊക്കെ കഴിവുകൾ മനുഷ്യനുണ്ടോ ആ മനുഷ്യൻ ആ കഴിവുകൾ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ സ്ഥലത്ത് പ്രത്യേകമായിട്ട് അതിൻ്റെ റിയൽ എസ്റ്റേറ്റിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നാച്ചുറലാണ് എന്നുള്ളതാണ്. ഒന്നും സംഭവിച്ചില്ലെങ്കിലും വളരെ നാച്ചുറലായിട്ട് തന്നെ റിയൽ എസ്റ്റേറ്റിന് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. ആറാമതായിട്ട്, റിയൽ എസ്റ്റേറ്റിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് ഷെയ്ക്ക് ചെയ്യാത്ത, അത് കുലുങ്ങാത്ത ഒരു അസറ്റാണെന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ഏതൊരു ഇടപാട് ചെയ്യുകയാണെങ്കിലും, ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ഒരു കണ്ണ്, ഒരു നോട്ടം എപ്പോഴും അതിലുണ്ടാവണം. എന്നാൽ റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെയല്ല. റിയൽ എസ്റ്റേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്രോത്ത് ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇടപെടൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഡെയിലി മന്ത്ലി ഇടപെടൽ, അത് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ആയിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കൂട്ടും. പക്ഷേ നമ്മുടെ ഒരു ദിവസേനയുള്ള ഇടപെടലില്ലെങ്കിൽ പോലും, ഒരു മന്ത്ലി ഇടപെടലില്ലെങ്കിൽ പോലും അതിന് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഗ്രോത്തിലൂടെ റിയൽ എസ്റ്റേറ്റ് വികസിക്കുക തന്നെ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്
ഒരുപാട് എഫേർട്ട് ഉള്ള ഒരു കാര്യമല്ല. നമ്മുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള ഏറ്റവും വലിയ ഒരു ഗുണവും ഈ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങളൊരു ഇൻവെസ്റ്ററായാലും ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള 6 പ്രധാന കാരണങ്ങളാണ് എന്തുകൊണ്ട് നാം ഓരോരുത്തരും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയായിട്ടുള്ളത്. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.